ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോക്കി സൈക്കിൾ വ്ളോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു റബ്ബർ തോട്ടത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഈ ഒരു റബ്ബർ മരം എങ്ങനെ ടാപ്പ് ചെയ്ത് അതൊന്ന് പാലെടുത്ത് എങ്ങനെ ഷീറ്റാക്കണമെന്ന് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു റബ്ബർ തോട്ടം. അപ്പോൾ എൻ്റെ വീടും കൂടി ഒന്ന് കാണിച്ചതേ. ഇതാ കാണുന്നതാണ് എൻ്റെ ചെറിയ വീട്. അപ്പോൾ ഈ തോട്ടത്തിൽ എവിടെയോ ആയിട്ട് റബ്ബർ വെട്ടുണ്ട്. ഓക്കെ, അതാ അവിടെ കണ്ടില്ലേ. അപ്പം നമുക്ക് അവിടെ നിന്ന് പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു റബ്ബർ മരം വെട്ടി പാല് കിട്ടണതെന്ന് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം വെട്ടിയതിൻ്റെ ആ ഒരു പാൽ ഒലിച്ചിറങ്ങിയൊരു വള്ളിപ്പാലുണ്ടാവും, അതാദ്യം പറിച്ച് കളയണം. എന്നിട്ട് നമ്മൾക്കൊരു പ്രത്യേക തരം കത്തിയുണ്ട്. ആ കത്തി ഉപയോഗിച്ചതാ മരത്തിന് കേട് പറ്റാതെ വളരെ നൈസായിട്ട് ആ മരത്തിൻ്റെ തോലിങ്ങനെ ചെത്തിക്കളയുക ചെയ്യുക. ഇത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഇത് വളരെയധികം ശ്രദ്ധയോടെ കൂടി ചെയ്യേണ്ട ഒരു ജോലിയാണ്. കാരണം ഈ കത്തി ഒന്ന് അറിയാതെ ഒന്ന് മരത്തിന് കൊണ്ടാൽ അവിടെ എന്ത് ചെയ്യും, ആ മരത്തിനൊരു മുഴ വന്നിട്ട് റബ്ബർ മരം കേട് വരാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടല്ലേ, നല്ല സ്മൂത്തായിട്ട് വേണം ഈ കത്തി കൈകാര്യം ചെയ്യാൻ. കണ്ടില്ലേ, പാലിങ്ങനെ ഒളിച്ചിറങ്ങണേ. അപ്പം ഇങ്ങനെയാണ് ഈ പാല് ചിരട്ടയിലേക്ക് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ചാടുക. അങ്ങനെ ഈ കാണുന്ന റബ്ബറൊക്കെ വെട്ടിയിട്ട് ഇപ്പം ഏകദേശം 2 മണിക്കൂറായി. അപ്പോൾ നമ്മൾ പാൽ ഊറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പാൽ ഊറ്റണതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കണ്ടില്ലേ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയും പോലെ പല തുള്ളി തുള്ളിയായിട്ട് വീണിട്ടതാ ഈ ചിരട്ടേൻ്റെ ഒരു 3/4 ഭാഗത്തോളം പാല് നിറഞ്ഞിട്ടുണ്ട് 2 മണിക്കൂറായപ്പോഴത്തേനെ. ഇനി ഇത് കുറേ നേരം വെച്ചാൽ എന്ത് ചെയ്യും, ഈ പാല് ഈ ചിരട്ടയിൽ കിടന്ന് കട്ട പിടിക്കും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഊറ്റണം. ഇവിടെ ഇപ്പോൾ പാല് ഊറ്റണതിൻ്റെ ഇടയിൽ നല്ലൊരു മഴ പെയ്തു. അപ്പോൾ ഞാനിവിടെ പാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഷീറ്റ് ആക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഷെഡ്. ആ ഷെഡിൽ ഇതാ മഴ കൊള്ളാതെ കയറി നിൽക്കുകയാണ്. അപ്പോൾ അതാ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് റബ്ബർ ഷീറ്റ് ആക്കണ മെഷീന്. നമ്മളിതിനി ആ പാലെന്ത് ചെയ്യണം, ആസിഡൊക്കെ ഒഴിച്ച് ഉറയാക്കണം. അപ്പോൾ ആ ഉറയാക്കണ രീതിയൊക്കെ നമുക്കൊന്ന് കാണാം. അപ്പോൾ അവരിതാ ബാക്കി പാലെടുക്കാൻ പോയിട്ടുണ്ട്, അതെടുത്ത് വരട്ടെ. എന്നിട്ടാണ് നമ്മൾ ഇതേപോലെ ഡിഷിൻ്റെ ഉള്ളിൽ പാലിങ്ങനെ ഉറയിച്ച് വെക്കും. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ നമുക്കൊന്ന് കാണാം. അങ്ങനെ നമ്മളിപ്പോൾ ഊറ്റിക്കൊണ്ടുവന്ന പാലൊക്കെ ഇതാ ഇവിടെ റാട്ടപ്പരേന്ന് വേറൊരു ബക്കറ്റ് അരിച്ചെടുക്കുകയാണ്. കരടൊന്നും ഉണ്ടാവാൻ പാടില്ല, അതിനു വേണ്ടിയാണ് ഈ അരിക്കണത്. ഇതാണ് നമുക്ക് ഷീറ്റ് ഉറയിക്കാനുള്ള ഡിഷ്. അപ്പോൾ ഇതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കുകയാണ്, കാരണം ഇതിലൊന്നും ഒരു കരടോ പൊടിയോ ഒന്നും പാടില്ല. അപ്പോൾ അത് നമ്മൾ പാൽ ഉറൊഴിക്കാൻ പോവാണ്. ഉറൊഴിക്കുക എന്നാണ് ഇതിന് പറയുക. ഈ ഷീറ്റ് ആക്കണതിന് പറയുന്ന പേരാണ് ഉറൊഴിക്കൽ. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പാലാണ് ഒരു ഡിഷിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കൂലേ, അങ്ങനെ എല്ലാ ഡിഷിലും നമ്മളിങ്ങനെ ഒരു 1.5 കപ്പ് പാൽ വീതം ഇങ്ങനെ ഒഴിച്ച് വെക്കുകയാണേ. അങ്ങനെ എല്ലാ ഡിഷിലും ഓരോ 1.5 കപ്പ് വീതം പാലിങ്ങനെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ വേനൽക്കാലമാണെങ്കിലേ ഇപ്പോൾ ഈ 1.5 കപ്പ് ഒഴിച്ച സ്ഥാനത്ത് 2 കപ്പ് പാലാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ അതിപ്പോൾ മഴക്കാലമാകുമ്പോൾ നമുക്ക് ഉണങ്ങാനൊക്കെ താമസമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 1.5 കപ്പ് പാലാക്കി ഒഴിച്ചത്. ഇനി നമുക്കിതിൽ വെള്ളവും ആസിഡും ഒഴിക്കണം. അങ്ങനെ ഇതാ നമ്മൾ ഉറൊഴിച്ച ആ ഡിഷിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് വെള്ളം വീതം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്കാണ് ആസിഡ് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒഴിക്കണ സാധനമാണ് ആസിഡ്. ഈ ആസിഡ് ഇതാ നമ്മൾ ഉറൊഴിച്ച ഡിഷിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാണ്. ഇതെന്തിനാണ് മിക്സ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഈ ഷീറ്റ് ഇതാ പെട്ടെന്ന് ഉറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടില്ലേ, ആസിഡൊക്കെ ഒഴിച്ച് ഇളക്കിയതിൻ്റെ ശേഷം
പൊങ്ങിക്കിടക്കണ ആ ഒരു പതയൊക്കെ വടിച്ചൊരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ഇപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാ ഡിഷിലും ഇത് ആസിഡ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് മിഷീനിലിട്ട് അടിക്കാനാകും. ഇത് കണ്ടില്ലേ, നമ്മൾ ഒരൊഴിച്ച പാലിൻ്റെ ഡിഷൊക്കെ ഒന്നിന് മേലെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വെച്ചത്. നല്ല രസമുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ. കണ്ടില്ലേ? ഈ കണ്ണാസ് കാണുന്ന സാധനം ആസിഡ് കാണുന്നത്. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് നമ്മളെ ശരീരത്തിലൊക്കെ ആയാലും പൊള്ളിപ്പോകും. അപ്പോൾ ഇത് നമ്മളൊരു അളവ് പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് വെള്ളം ചേർത്ത് നേർപ്പിക്കണം. അപ്പോൾ ഇനി അതെങ്ങനെയാണ് നേർപ്പിക്കണത് എന്ന് ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കുപ്പിയിൽ. അപ്പോൾ അതിക്ക് ഇതാ ഈ ആസിഡ് ഇതാ ഈ ഒരു അളവ് പാത്രത്തിൽ കറക്റ്റ് ഒരു പാത്രം എടുത്തിട്ട് ഇതാ കുപ്പിയിലേക്ക് ഒഴിക്കുകയാണ്. ഇതെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം കേട്ടോ, ഇതൊക്കെ കൈ പൊള്ളി പോകും. അപ്പോൾ ആ അളവ് പാത്രത്തിൽ കുറച്ചുണ്ടാകും. അപ്പോൾ അത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് ആ കുപ്പിക്ക് ഒഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞില്ലേ? അപ്പോൾ ഇത്ര പരിപാടി ഉള്ളൂ ആസിഡ് മിക്സ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പരിപാടി ഇവിടെ കഴിഞ്ഞു. അങ്ങനെ 1/4 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഏകദേശം ഇങ്ങനെ ഉറച്ചിട്ടുണ്ട്. നല്ല പാലപ്പം പോലെ ആയിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെയാണ് ആ മിഷീനിലിട്ട് അടിക്കണമെന്ന് കണ്ടു നോക്കാം. കണ്ടില്ല, അങ്ങനെയാണ് കറക്റ്റായിട്ട് ആ മിഷീൻ്റെ ഉള്ളിൽ കയറ്റി കൊടുക്കുക. ആദ്യം മെഷീൻ ഒന്ന് നന്നായി ദമ്മിൽ കറക്കി കൊടുക്കും. നിങ്ങളുടെ ആ കറങ്ങളിലേക്ക് എന്ത് ചെയ്യും, ആ ഷീറ്റിൻ്റെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കണ്ടല്ലേ? ഒരു സെക്ഷൻ അടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ അടിക്കുമ്പോഴത്തേന് എന്ത് ചെയ്യണം, ആ അച്ചിൻ്റെ കനം ഒന്ന് കുറച്ചു. കണ്ടില്ലേ? നല്ല കനം കുറച്ചപ്പോൾ കണ്ടില്ലേ ആ ഷീറ്റിൻ്റെ കട്ടി ഒന്ന് കുറഞ്ഞു. അപ്പോൾ ഈ മെഷീൻ കറക്കാനും കുറച്ച് ബുദ്ധിമുട്ടാവും. കണ്ടില്ലേ? ഇപ്പോൾ ഒന്നും കൂടിയും അച്ച് കനം കുറച്ചു. കണ്ടില്ലേ? അപ്പോൾ ഒന്നും കൂടി ആ ഇത് കനം കുറഞ്ഞു വന്നു. അപ്പോൾ എന്ത് ചെയ്തു, ആ ഷീറ്റ് ഒന്നും കൂടിയും കട്ടി കുറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഷീറ്റായി കിട്ടി. ഇനിയാണിത് ഈ ഒരു പ്രസ് മെഷീനിലിടുന്നത്. ഇതിന് ചെറിയൊരു അച്ചുണ്ട്, ഒരു വര. അത് നല്ല ടൈറ്റാക്കിയിട്ട് അതിൽ വെച്ച് അടിക്കണേ. അപ്പോൾ ആ ഷീറ്റിന് എന്ത് ചെയ്യും, ഇതേപോലെ ഒരു വരയും ഒരു പ്രസ്സിങ്ങും വരും. കണ്ടില്ലേ? അപ്പോൾ അതാ നമ്മുടെ ഷീറ്റായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഷീറ്റായത്. അപ്പം ഇനി നമുക്കിത് പുകയത്ത് ഇടണം. ഇനി അതെങ്ങനെയാണെന്നും കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആ മിഷീനിലൊക്കെ വെച്ചടിച്ച ഷീറ്റ് ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് തോരട്ടിട്ടുണ്ട് ഒരഴലിൽ. ഇനി നമ്മളിത് പുകയ്ക്കാൻ ഇടാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെ ഇടുന്നതെന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ ഷീറ്റ് പുകയ്ക്കണ പുകപ്പര. ഇത് കണ്ടേ, 4 സൈഡും ചുമര് പോലെ കെട്ടിയ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ കമ്പി വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ പുകയ്ക്കുക ചെയ്യുക. എന്നിട്ട് ഈ കമ്പിയിൽ ഇങ്ങനെ ഷീറ്റ് വെക്കും. അപ്പോൾ ഈ ചാക്കൊക്കെ എന്തിനാണ് ഇതിൻ്റെ മേലെ ഇടുന്നതെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് വരുന്ന പുക എന്ത് ചെയ്യണം, ഇത് ഇവിടെ തന്നെ ഒന്ന് തങ്ങി നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചാക്ക് ഇതിൻ്റെ മുകളിലിടുന്നത്. അപ്പോൾ നമ്മൾ അടിച്ച് വെച്ച ഷീറ്റ് ഇടുന്നതിൻ്റെ മുമ്പ്
ഉണങ്ങിയ ഷീറ്റ് എടുത്ത് പുറത്തിടണം, എന്നാലേ നമുക്ക് പുതിയ ഷീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുള്ളൂ. അപ്പോൾ അതാ ഇത് കണ്ടില്ലേ, ഇതാണ് നല്ല ഉണങ്ങിയ ഫസ്റ്റ് ക്വാളിറ്റി റബ്ബർ ഷീറ്റ്. കണ്ടില്ലേ, ഇത് ഉണങ്ങിയ ഷീറ്റ്, ഇത് ഉണങ്ങാത്ത ഷീറ്റ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.